എല്ലാവർക്കും നമസ്കാരം. ദിയ ഡ്രീംസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വെച്ചുപ്പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാളെ സംബന്ധിച്ച ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ ലൊക്കേഷൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. ലൊക്കേഷൻ നമ്മുടെ ഈ വെച്ചുപ്പള്ളിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോട്ടയം ടു ചേർത്തല റൂട്ടിൽ അമ്പിയ മാർക്കറ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ. ദേവാലയങ്ങളിൽ അധികം ഫോൺ യൂസ് ചെയ്ത് വീഡിയോ എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് പള്ളിയുടെ അകവും ബാക്കി ഫുൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ എടുത്തിരിക്കുന്ന അവിടുത്തെ കടകളും പിന്നെ പരിസരവും ഒക്കെയാണ് കേട്ടോ. നീന്തുന്ന ഈ ഒരു നേർച്ച അവിടുത്തെ വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ അധികം പള്ളിയുടെ അവിടെ നിന്നിട്ട് നമ്മൾ കൂടുതൽ എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പണ്ട് തൊട്ടേ നമ്മൾ പള്ളി വന്നാൽ മേടിക്കുന്ന ഒന്നാണ് മൺചട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ നമ്മളിവിടെ പോവാറുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും പോയില്ലെങ്കിൽ നമുക്കൊരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവുകയും ചെയ്യും. ഉണക്കമീനും കുടംപുളിയും മൺചട്ടിയുമാണ് നമ്മൾ സാധാരണ എപ്പോഴും മേടിക്കാറ്. അപ്പോൾ ഇത്തവണ നമുക്ക് പുളിയൊക്കെ വീട്ടിൽ ലഭിച്ചുകൊണ്ട് നമുക്കുണ്ടായതുകൊണ്ട് നമ്മൾ ഇത്തവണ എപ്പോഴത്തെയും ആ ഓർമ്മയ്ക്ക് നമ്മൾ ചട്ടിയാണ് മേടിച്ചത്. ഇത്തവണ മൺചട്ടിക്കൊക്കെ കുറച്ച് വിലയായിരുന്നു, പക്ഷെ നല്ല ചട്ടി കേട്ടോ. പിന്നെ പൂച്ചട്ടി മേടിക്കാറുണ്ട്. അപ്പോൾ കുറേ ചട്ടികളുടെ കളക്ഷനാണ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും വാങ്ങിപ്പോകാം കേട്ടോ. അപ്പോൾ പള്ളി സന്ദർശിക്കുന്ന അമ്മച്ചിമാർക്കൊക്കെ വീട്ടിലേക്ക് വേണ്ട എല്ലാം വാങ്ങാൻ പറ്റും. പിന്നെ നമ്മുടെ ശ്രദ്ധ അധികം വരുന്നത് ഇത് ഇങ്ങനെയുള്ള ഭംഗിയുള്ള കമ്മലുകളായിരിക്കുമല്ലോ. ഈ കമ്മലിനൊക്കെ 40 രൂപയാണ് കേട്ടോ. നമ്മൾ എവിടെ ചെന്നാലും ഹിന്ദിക്കാർ വിൽക്കുന്ന കമ്മൽ വാങ്ങുവാണെങ്കിൽ നമുക്ക് ലാഭമാണ്. എനിക്ക് ഫസ്റ്റിലെ പള്ളിയിൽ പോയപ്പോൾ പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഒരു മലയാളിയുടെ കടയിൽ നിന്നാണ് വാങ്ങിയത്. അതുകൊണ്ട് 150 റുപ്പീസ് വരെ വാങ്ങി. അന്ന് ഈ കട ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത്തെ തവണ ചെന്നപ്പോഴാണ് ഈ 40 രൂപ 60 രൂപ ഒക്കെ വിലയുള്ള ഈ ഒരു കമ്മലിൻ്റെ കളക്ഷൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് എടുത്തേക്കാം, എന്ത് ഭംഗിയുള്ള കമ്മലുകളാണ്. ഒരുപാട് കമ്മലിൻ്റെ കളക്ഷനൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചു. ഇനി വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഫ്ലവറിൻ്റെ കളക്ഷനാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അധികം ഫ്ലവറിൻ്റെ 2 ഷോപ്പുകളാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ നമ്മളത് ഈ കാണുന്ന ഈ ലീഫിൻ്റെ ഒരു ചെടി ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിരുന്നു കേട്ടോ. ഫസ്റ്റിലേ ഞാൻ ഇതാണ് കണ്ടത്. അപ്പോൾ ഇതും അമ്മയ്ക്ക് ഭയങ്കര ക്രൈസാണ് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വാങ്ങുന്നത്. ഫസ്റ്റിലേ നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഇതാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റേ ആ ഇലച്ചെടികളൊക്കെ കണ്ടതേ. അപ്പം നമുക്ക് കൺഫ്യൂഷനാകും. പള്ളിയിൽ ചെന്നാൽ എത്രത്തോളം വാങ്ങിയാലും നമുക്ക് മതി വരില്ല, അത്രത്തോളം ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഉണക്കമീൻ കടയുണ്ട് കേട്ടോ. ഫ്രഷ് ഉണക്കമീൻ നമുക്ക് ഇവിടുന്ന് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ നിരസിക്കുന്ന ഒത്തിരി പേരും ഉണ്ട്. എന്നാലും വെച്ചു പള്ളിയിൽ ചെന്നാൽ നമ്മൾ ഉണക്കമീൻ വാങ്ങാതെ പോകാറേ ഇല്ല കേട്ടോ. അതായത് നല്ല ഉണക്കമീൻ ഇവിടെ കിട്ടുമെന്നാണ് പണ്ട് തൊട്ടേ പറയുന്നത്. ഇപ്പോൾ ആൾക്കാർ അതൊക്കെ ഒന്ന് തിരുത്തി പറയുന്നുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ബീച്ചുകളിലാണെങ്കിലും നമുക്കിപ്പോൾ ഉണക്കമീനൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ് ഇവിടെ എന്ന് പറയും. ഇവർ റെൻ്റൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ടാവാം കുറച്ച് പ്രൈസ് കൂടുന്നത് കേട്ടോ. എത്ര പ്രൈസ് കൂടിയാലും നല്ല സാധനങ്ങൾ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും വാങ്ങാം. ഒരുപാട് ഉണക്കമീനുകളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് കൂടുതലും വാങ്ങാറേ. അപ്പോൾ അതേ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ ഈ കാണുന്നത് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നമ്മൾ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു ഈ നിൽക്കുന്ന ഒരു സമയത്ത് പള്ളിയിലെ ഗാനങ്ങളും പിന്നെ അതൊക്കെ കേട്ട് മനസ്സിനൊരു ശരിക്കും സന്തോഷമാണ് കേട്ടോ. മാതാവിൻ്റെ ആ ഒരു സന്നിധിയിൽ നിൽക്കുന്നതിൻ്റെതും പിന്നെ നമുക്ക് ഈ ഒരു കായലിൻ്റെ സൈഡിലെ ആ ഒരു നല്ല എന്താ പറയുന്ന നിങ്ങൾക്കറിയാലോ ആ ഒരു ഫീലൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഒരു ഹാപ്പി ആവും. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു അന്നത്തേതെന്ന് പറയുന്നത്. നമുക്ക് റാസായുടെ വീഡിയോ കാണാം.
വീഡിയോ കാണുന്ന എല്ലാവർക്കും വെച്ചൂർ മുത്തിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണുന്നിടം വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.